പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, CPM-ന്റെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 24-ാം പാർട്ടി കോൺഗ്രസ് ഏപ്രിൽ 2 മുതൽ 6 വരെ മധുരയിൽ നടക്കുകയാണ്. സ്വാഭാവികമായും ആ പാർട്ടി കോൺഗ്രസ് നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച നടക്കുക CPM-ന്റെ അടുത്ത ദേശീയ ജനറൽ സെക്രട്ടറി ആരായിരിക്കും എന്നുള്ളതാണ്. നമുക്കറിയാം, 2 ടേമിൽ CPM-ന്റെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിരുന്ന സഖാവ് സീതാറാം യെച്ചൂരി അന്തരിച്ചതിനെ തുടർന്ന് CPM-ൽ നിന്ന് ജനറൽ സെക്രട്ടറി ഇല്ല. അവിടെ ഒരു കോർഡിനേറ്ററായി തൽക്കാലത്തേക്ക് ചുമതലകൾ നിർവഹിച്ചുകൊണ്ട് പ്രകാശ് കാരാട്ട് അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഈ പാർട്ടി കോൺഗ്രസിൽ CPM-ന്റെ അടുത്ത ദേശീയ ജനറൽ സെക്രട്ടറി ആരായിരിക്കും എന്നുള്ളത് വലിയ ചർച്ചയായി ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ആ ചർച്ചകളൊക്കെ ഉയർന്നു വരുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ എന്താ? പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM-ന്റെ സംസ്ഥാന ഘടകങ്ങൾ എടുത്തു നോക്കിയാൽ ഏറ്റവും സുസജ്ജവും സുസംഘടിതവും അധികാരം കയ്യിലുള്ളതുമായിട്ടുള്ള ഏക സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ്. നമുക്കറിയാം, പതിറ്റാണ്ടുകളായി 3 സംസ്ഥാനങ്ങളിൽ ഭരണം നടത്തിക്കൊണ്ടിരുന്ന ഒരു പാർട്ടിയാണ് ഈ പാർട്ടി. ബംഗാളിലും ത്രിപുരയിലും കേരളത്തിലും. എന്നാൽ കഴിഞ്ഞ ഏതാണ്ട് ഒരു 10 കാലമായി ബംഗാളിലും ത്രിപുരയിലും ഭരണമില്ല. എന്നാൽ കേരളത്തിൽ പതിവിന് വിരുദ്ധമായി 2ാമത്തെ ടേമിലെ ഭരണം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. 9 വർഷക്കാലമായി CPM കേരളത്തിലൊരു ഭരണ പാർട്ടിയാണ്. അപ്പോൾ സ്വാഭാവികമായും CPM എന്ന് പറഞ്ഞ ഈ പാർട്ടിയിൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്നത് കേരള ഘടകത്തിലാണ്. അപ്പോൾ ഇതൊക്കെ പറയുമ്പോഴും വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ സ്വാധീനം ചെലുത്തിയിട്ടും കേരള ഘടകത്തിന് പൊതുവിൽ താല്പര്യമില്ലാതിരുന്ന സീതാറാം യെച്ചൂരി പിന്നെ 2 ടേം ദേശീയ ജനറൽ സെക്രട്ടറി ആയിരുന്നില്ലേ എന്നുള്ള ചോദ്യം ഉയരാം. അത് സ്വാഭാവികമാണ്. അതങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം നമ്മൾ എടുത്തു നോക്കിയാൽ കേരളം എന്ന് പറയുന്ന ഏറ്റവും ശക്തമായിട്ടുള്ള പാർട്ടി ഘടകത്തിൻ്റെ തീരുമാനത്തിനനുസരിച്ചായിരിക്കും CPM-ന്റെ അടുത്ത ദേശീയ ജനറൽ സെക്രട്ടറി തിരഞ്ഞെടുക്കപ്പെടുക എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ആർക്കുമില്ല. അതിൽ തന്നെ ആ തീരുമാനത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന ഒരു ഘടകം പിണറായി വിജയനായിരിക്കും എന്നുള്ള കാര്യത്തിലും യാതൊരു തർക്കവുമില്ല. അപ്പോൾ ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രചരണത്തെക്കുറിച്ച് കൂടി പറയാൻ നിവൃത്തിയില്ല. ആ പ്രചരണം എന്ന് പറയുന്നത് CPM-ന്റെ അടുത്ത ദേശീയ ജനറൽ സെക്രട്ടറിയായി ശ്രീമൻ MA ബേബി അവരോധിക്കപ്പെടും എന്നുള്ള ഒരു ക്യാമ്പയിനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ബേബിക്ക് അനുകൂലമായ ഒരുപാട് ഘടകങ്ങൾ പറയുന്നുണ്ട്. ബേബിക്ക് 72 വയസ്സേ ആയിട്ടുള്ളൂ. 75 വയസ്സാണല്ലോ കട്ട് ഓഫ് പ്രായം. 72 വയസ്സേ ആയിട്ടുള്ളൂ. 2012 മുതൽ പോളിറ്റ് ബ്യൂറോ ഇരിക്കുകയാണ് ബേബി. നല്ല കഴിവുള്ള ഒരു നേതാവാണ്. അന്താരാഷ്ട്ര കമ്മ്യൂണിസ്റ്റ് പാർട്ടികളൊക്കെ ആയി നല്ല ബന്ധമുള്ള ആളാണ്. ഇംഗ്ലീഷ് നല്ലപോലെ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ കഴിയുന്ന ഒരാളാണ്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലുമുള്ള CPM നേതാക്കന്മാരുമായി ഇംഗ്ലീഷൊക്കെ അറിയാവുന്ന അടുത്ത ബന്ധം പുലർത്തുന്ന ഒരാളാണ് ബേബി. പാർട്ടി കേന്ദ്ര ഓഫീസിലൊക്കെ പ്രവർത്തിച്ച് ഒരുപാട് പരിചയമുണ്ട്. പാർട്ടിയുടെ കേന്ദ്ര സെക്രട്ടേറിയറ്റിൽ അംഗമായിരുന്നു. DYFയുടെ അഖിലേന്ത്യാ നേതാവായിരുന്നു. മന്ത്രിയായിരുന്നു. രാജ്യസഭാംഗമായിരുന്നു. അപ്പം സ്വാഭാവികമായും ഈ പാർട്ടിയിൽ ദേശീയ ജനറൽ സെക്രട്ടറി ആവാനുള്ള ഏറ്റവും കൂടുതൽ യോഗ്യതയുള്ളത് MA ബേബി ആയതുകൊണ്ട് അടുത്ത ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബി ആയിരിക്കും എന്നുള്ള ഒരു ചർച്ച ഇപ്പോൾ വ്യാപകമായി പത്രമാധ്യമങ്ങളിലും പല കേന്ദ്രങ്ങളിലുമൊക്കെയായി നടക്കുന്നുണ്ട്. അപ്പോൾ അത് സംബന്ധിച്ചുള്ള എൻ്റെ അഭിപ്രായം കൂടി ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ MA ബേബി ആവും എന്നുള്ള പ്രചരണം നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വൃന്ദ കാരാട്ട് ജനറൽ സെക്രട്ടറി ആകും എന്നുള്ള ഒരു പ്രചരണവും നടക്കുന്നുണ്ട്. വൃന്ദ കാരാട്ടിന് പ്രായപരിധി കഴിഞ്ഞെങ്കിലും അതിലൊരു ഇളവ് കൊടുത്തുകൊണ്ട് വൃന്ദ കാരാട്ടിനെ ദേശീയ ജനറൽ സെക്രട്ടറി ആക്കാനുള്ള നീക്കം നടക്കുന്നുണ്ട് എന്നുള്ളൊരു വാദഗതിയുണ്ട്. ആദ്യമായി CPM-ന്റെ വനിതാ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ അത് കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രായത്തിൻ്റെ ഇളവ് നൽകി ത്രിപുരയുടെ മുഖ്യമന്ത്രിയായിരുന്ന മണിക് സർക്കാരിനെ ജനറൽ സെക്രട്ടറി ആക്കാനുള്ള നീക്കമുണ്ട് എന്ന് പറയുന്നവരുണ്ട്. പശ്ചിമബംഗാളിലെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള മുഹമ്മദ് സലീം അദ്ദേഹത്തെ ദേശീയ ജനറൽ സെക്രട്ടറി ആക്കുമെന്ന് പറയുന്നവരുണ്ട്. ആദ്യമായി ഒരു ന്യൂനപക്ഷ സമുദായാംഗം ദേശീയ ജനറൽ സെക്രട്ടറി ആവാനുള്ള സാധ്യതയെക്കുറിച്ചുള്ള ചർച്ചയുണ്ട്. അതുപോലെ തന്നെ മഹാരാഷ്ട്രയിൽ നിന്ന് അശോക് ധാവളെ എന്ന് പറയുന്ന ഒരു നേതാവുണ്ട്. അദ്ദേഹം ജനറൽ സെക്രട്ടറി ആവും എന്നൊക്കെ പറഞ്ഞിട്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ പേരുകളൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും
ഏറ്റവും പ്രധാനപ്പെട്ട പേരായി ഉയർന്നു കേൾക്കുന്ന ഒരു പേര് ശ്രീമൻ എം എ ബേബിയുടേതാണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഉന്നയിക്കാൻ പോകുന്ന ഒരു ചോദ്യം, എം എ ബേബി ആവാനാണോ സാധ്യത, അതോ വേറെ ആരെങ്കിലും ആകാനാണോ എന്നുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചു, കേരളത്തിലെ പാർട്ടിയുടെ സ്വാധീനം, അവരുടെ നിർദ്ദേശം നിർണായകമായിരിക്കും എന്നുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. എൻ്റെ കാരണവും സൂചിപ്പിച്ചു. സുഹൃത്ത്, ഇനി അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ കേരളത്തിലെ പാർട്ടിയുടെ അഭിപ്രായം നിർണായകമാകും എന്ന് പറയുമ്പോൾ അതാരുടെ അഭിപ്രായമായിരിക്കും എന്നുള്ളത് ഉറപ്പല്ലേ? കേരളത്തിലെ പാർട്ടിയുടെ അഭിപ്രായം നിർണായകം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പിണറായി വിജയൻ്റെ അഭിപ്രായം നിർണായകം എന്നല്ലേ? അതിലെന്താ തർക്കമുള്ളത്? കേരളത്തിലെ പാർട്ടി എന്ന് പറഞ്ഞാൽ ആരാ? കേരളത്തിലെ പാർട്ടി എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പാർട്ടി. അത് കൊല്ലം ജില്ലാ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞപ്പോൾ എല്ലാവരും അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. കൊല്ലം സംസ്ഥാന സമ്മേളനം കഴിഞ്ഞപ്പോൾ കേരളത്തിലെ പാർട്ടിയിലെ ഏക ഛത്രാധിപതിയും ഈ പറഞ്ഞതുപോലെ ഏറ്റവും വലിയ നേതാവും ആയിട്ടുള്ളത് പിണറായി വിജയനാണ് എന്നുള്ളത് എല്ലാവരും അംഗീകരിച്ചു കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായും കേരളത്തിലെ പാർട്ടിയുടെ അഭിപ്രായത്തിനാണ് മുൻതൂക്കം കിട്ടുക. അടുത്ത ജനറൽ സെക്രട്ടറി തീരുമാനിക്കുന്ന കാര്യത്തിൽ മുൻതൂക്കം കിട്ടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പിണറായി വിജയൻ നിർദ്ദേശിക്കുന്ന പേരായിരിക്കും ദേശീയ ജനറൽ സെക്രട്ടറി ആയി വരിക എന്നുള്ളത്. അതിനകത്ത് ആരും തർക്കവുമില്ല. അങ്ങനെയാണെങ്കിൽ, അങ്ങനെ ആവുമെന്നുള്ളതാണ് 100% ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ പേര് എം എ ബേബി ആയിരിക്കുമോ എന്നുള്ളതാണ് പ്രസക്തമായിട്ടുള്ള ചോദ്യം. ഞാൻ പറയുന്നത് പിണറായി വിജയൻ്റെ താല്പര്യമാണ് ദേശീയ ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് മുൻതൂക്കം കിട്ടുന്നതെങ്കിൽ അങ്ങനെ തന്നെ ആയിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിച്ചു. അങ്ങനെയാണെങ്കിൽ അതൊരു കാരണവശാലും എം എ ബേബി ആകും എന്ന് ഞാൻ വിശ്വസിക്കാൻ എനിക്ക് കഴിയില്ല. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, തന്നെക്കാൾ ഉയർന്ന ഒരു നേതാവ് കേരളത്തിൽ നിന്ന് CPM ഉണ്ടാവണം എന്ന് പിണറായി വിജയൻ ഒരിക്കലും ആഗ്രഹിക്കില്ല. എന്ന് പറഞ്ഞാൽ തന്നെക്കാൾ ഉയർന്നൊരു നേതാവ് CPM ഉണ്ടാവരുത് എന്നല്ല, തന്നെക്കാൾ ഉയർന്ന അതേസമയം സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ള ഒരു നേതാവ് പാർട്ടിയിൽ CPM ഉണ്ടാവുന്നത് പിണറായി വിജയൻ യോജിക്കില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഒരുപക്ഷെ പിണറായി വിജയൻ CPM ദേശീയ ജനറൽ സെക്രട്ടറിയായി ഒരാളെ കേരളത്തിൽ നിന്ന് കാണുന്നുണ്ടാവാം. പക്ഷെ അത് കാണുന്നുണ്ടെങ്കിൽ അതിപ്പോഴത്തെ MP ഗോവിന്ദനെ പോലെ താൻ നിൽക്കാൻ പറഞ്ഞാൽ ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കാൻ പറഞ്ഞാൽ ഉരുളുന്ന ഒരാളെ മാത്രമേ പിണറായി വിജയൻ കേരളത്തിൽ നിന്ന് തന്നെക്കാൾ ഉയർന്ന ഒരാളായി കാണുന്നുണ്ടെങ്കിൽ കാണൂ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. എന്തായാലും ബേബിയെ ദേശീയ ജനറൽ സെക്രട്ടറിയായി പിണറായി വിജയൻ കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ബേബി ഇപ്പോൾ ഒരൽപ്പം പതിഞ്ഞൊക്കെ നിൽക്കുന്നുണ്ടെങ്കിലും ബേബിയുടെ കയ്യിൽ അധികാരം കിട്ടിയാൽ ബേബി പിണറായി വിജയൻ വരയ്ക്കുന്ന വരയിൽ നിൽക്കണമെന്നില്ല എന്ന് ഏറ്റവും നന്നായി അറിയാവുന്ന ആളാണ് പിണറായി വിജയൻ. കാരണം പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പിണറായിയും ബേബിയും എല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ടാണ് CATU പക്ഷത്തെ വളർത്തിയടിച്ചത്. അന്ന് CATU പക്ഷത്തെ വളർത്തിയടിക്കാൻ അന്ന് VS-നോടൊപ്പം നിന്ന് 10-25 വർഷങ്ങൾക്ക് മുമ്പ് ആ പണി മുഴുവൻ ചെയ്തിട്ടുള്ള ആളാണ് എം എ ബേബി. അന്ന് മുതലേ എം എ ബേബി അറിയാവുന്ന ആളാണ് പിണറായി വിജയൻ. അതുകൊണ്ട് എം എ ബേബി ദേശീയ ജനറൽ സെക്രട്ടറി ആയാൽ ആദ്യം പിണറായിക്കൊക്കെ അനുകൂലമായി നിൽക്കുമെങ്കിലും കാലക്രമേണ പിണറായി വിജയൻ പറയുന്നതിനപ്പുറത്തേക്ക് എം എ ബേബി പോകും എന്നറിയാനുള്ള സാമാന്യ ബുദ്ധിയും ബോധവുമുള്ള ആളാണ് പിണറായി വിജയൻ എന്നുള്ളത് കൊണ്ട് എം എ ബേബി ദേശീയ ജനറൽ സെക്രട്ടറി ആകുന്നതിനോട് പിണറായി വിജയൻ യോജിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നാൽ ഒരുപക്ഷെ പിണറായി വിജയൻ വൃന്ദാക്കാരായിട്ട് ജനറൽ സെക്രട്ടറി ആകുന്നതിനോട് വിയോജിപ്പുണ്ടാവണം എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം പിണറായി വിജയൻ്റെ ഒരു വേവ് ലെങ്ത്തിൽ നിൽക്കുന്ന ആളാണ് വൃന്ദാക്കാരാട്ട്. അതുകൊണ്ട് വൃന്ദാക്കാരായിട്ട് ജനറൽ സെക്രട്ടറി ആവുന്നതിനോട് പിണറായി വിജയന് വിയോജിപ്പ് ഉണ്ടാവാൻ സാധ്യതയില്ല. അതുകൊണ്ട് പ്രായപരിധി ഇളവ് നൽകിക്കൊണ്ട് വൃന്ദാക്കാരാട്ടിനെ ജനറൽ സെക്രട്ടറി ആക്കാനാണ് തീരുമാനമെങ്കിൽ അതിനൊപ്പം പിണറായി വിജയൻ നിൽക്കാനുള്ള സാധ്യത ഞാൻ തള്ളിക്കളയുന്നില്ല. എന്നാൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, എനിക്ക് വീഡിയോയിൽ കൂടി വെക്കാനുള്ള ഒരു നിരീക്ഷണം എന്ന് പറയുന്നത്, ഒരുപക്ഷെ വിജയരാഘവനെ ദേശീയ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പിണറായി വിജയൻ നിർദ്ദേശിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്. അപ്പോൾ സ്വാഭാവികമായും എൻ്റെ പ്രേക്ഷകർ ഒരുപക്ഷെ മൂക്കത്ത് വരലോ വിജയരാഘവനോ CPM ദേശീയ ജനറൽ സെക്രട്ടറി, എന്താണ് അതിനകത്ത് ഇത്ര പ്രശ്നം? എന്താണ്? പഴയ പാർട്ടിയാണോ ഇപ്പോഴത്തെ പാർട്ടി? പണ്ട് സുർജിത്തിനെ പോലെയും EMS പോലെയും ഒക്കെ ഉള്ള ആളുകൾ ഇരുന്നത് പോലെ ഉള്ളൊരു പാർട്ടിയാണോ ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ? മാർക്സിസ്റ്റ് ഒന്നുമല്ല. ഇപ്പോഴത്തെ പാർട്ടിക്ക് ഒരു ഘടകമുണ്ട്. കേരളത്തിൽ ഘടകം അധികാരത്തിലിരിക്കുന്നു. അത്രയൊക്കെ ഉള്ളൂ ആ പാർട്ടി. അതിനപ്പുറത്തൊന്നും ആ പാർട്ടിയിൽ ആകെ 1.7% വോട്ടേ ആ പാർട്ടിക്കുള്ളൂ. ആ പാർട്ടി ബംഗാളിലില്ല, ത്രിപുരയിലില്ല, ഒന്നുമില്ല. ഇന്ന് പിണറായി വിജയനാണ് ആ പാർട്ടി എന്നാൽ പിണറായി വിജയനാണ്. ആ പിണറായി വിജയന് അംഗീകരിക്കാൻ കഴിയുന്ന ഒരാൾ
ദേശീയ ജനറൽ സെക്രട്ടറി ആവുകയാണെങ്കിൽ അത് കേരളത്തിൽ നിന്നുള്ള എ വിജയരാഘവൻ ആവാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതലെന്നാണ് എനിക്ക് പറയാനുള്ളത്. അദ്ദേഹം ഇപ്പോൾ പോളിറ്റ് ബ്യൂറോയിലുണ്ട് കുറേ കാലമായി. പിണറായി വിജയൻ ഈ എ വിജയരാഘവൻ പോളിറ്റ് ബ്യൂറോയിൽ ഒരു നമ്മളാരെങ്കിലും പ്രതീക്ഷിച്ചാണോ സുഹൃത്തുക്കളെ? ഒന്നുമില്ല. പിണറായി വിജയൻ എ വിജയരാഘവൻ പോളിറ്റ് ബ്യൂറോയിലൊന്നും നമ്മളൊക്കെ മൂക്കത്ത് വിരൽ വെച്ചു. പക്ഷേ പിണറായി വിജയന് എ വിജയരാഘവനെ പോളിറ്റ് ബ്യൂറോയിലേക്ക് കൊണ്ടുവരണമായിരുന്നു. അങ്ങനെ കൊണ്ടുവന്നതാണ് എ വിജയരാഘവൻ. അതുകൊണ്ട് തന്നെ പിണറായി വിജയന് താല്പര്യമുള്ള ഒരാളാണ് ജനറൽ സെക്രട്ടറി ആയി വരാൻ പോകുന്നതെങ്കിൽ അതിൽ ഒന്നാമത്തെ പരിഗണന കിട്ടാൻ പോകുന്നത് എ വിജയരാഘവൻ ആയിരിക്കും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ബേബി ദേശീയ ജനറൽ സെക്രട്ടറി ആവാനുള്ള സാധ്യത തുലം കുറവാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. ബേബിക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ചിലപ്പോൾ പിന്തുണയൊക്കെ കിട്ടുമായിരിക്കുമെങ്കിലും അങ്ങനെയുള്ള പിന്തുണകളൊക്കെ കിട്ടുന്നതൊക്കെ അവിടെ എവിടെയൊക്കെയുള്ള ഈ പറഞ്ഞ പോലെ സ്വാധീനമില്ലാത്ത പാർട്ടികളുടെ പിന്തുണ, പാർട്ടി ഘടകങ്ങളുടെ പിന്തുണയാണെങ്കിൽ ഇവിടെ അധികാരത്തിലിരിക്കുകയാണ്. ഈ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ തന്നെ പിണറായി വിജയൻ വിചാരിക്കണം. പാർട്ടിയുടെ കേന്ദ്ര ഓഫീസർ പ്രവർത്തിക്കണമെങ്കിൽ പിണറായി വിജയൻ ഇവിടുന്ന് അയച്ചു കൊടുക്കുന്ന കാശ് വേണം. അതുകൊണ്ട് അവിടെ ഭൂരിപക്ഷം ബേബിക്ക് കിട്ടിയാലും അത് ഇവിടെ ഒരു ഭൂരിപക്ഷമായി ട്രാൻസ്ലേറ്റ് ചെയ്യും എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ ബേബി ഒരു ജനറൽ സെക്രട്ടറിയായി പിണറായി വിജയൻ അംഗീകരിക്കും എന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ആ സാഹചര്യത്തിൽ ഒന്നുകിൽ വൃന്ദ കാരാട്ടിനെ പിണറായി വിജയൻ പിന്തുണയ്ക്കാനുള്ള സാധ്യത, അതല്ല എങ്കിൽ പിണറായി വിജയന് ഇഷ്ടപ്പെട്ട, പിണറായി വിജയൻ പറഞ്ഞാൽ പറഞ്ഞെടുത്ത് നിൽക്കുന്ന എ വിജയരാഘവനെ ദേശീയ ജനറൽ സെക്രട്ടറിയായി പിണറായി വിജയൻ നിർദ്ദേശിക്കാനുള്ള സാധ്യത. ഈ രണ്ട് സാധ്യതകളാണ് ഈ പാർട്ടി കോൺഗ്രസിൽ ദേശീയ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടാൻ പോകുന്ന ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഒന്നുകിൽ വൃന്ദ കാരാട്ട്, അല്ലെങ്കിൽ എ വിജയരാഘവൻ. ബേബിയുടെ സാധ്യത തുലം കുറവാണ് എന്നുള്ളതാണ് എൻ്റെ നിരീക്ഷണം. പക്ഷേ ഈ പറഞ്ഞതുപോലെ അവസാന ഘട്ടത്തിൽ അത് ബേബിയിലേക്ക് ചേരുമോ എന്ന് എനിക്ക് ഇല്ല എന്നെനിക്ക് 100% ഉറപ്പിക്കാൻ കഴിയില്ല. പക്ഷേ അതിനുള്ള സാധ്യതകൾ തുലം കുറവാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് വൃന്ദ കാരാട്ടിനെയോ എ വിജയരാഘവനെയോ CPM-ന്റെ ദേശീയ ജനറൽ സെക്രട്ടറിയായി നമ്മൾ കണ്ടാലും അത്ഭുതപ്പെടേണ്ട എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്.